Dear students, welcome to Global Online Class. Geography ഒന്നാമത്തെ പാഠഭാഗം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഫസ്റ്റ്, ഋതു വ്യത്യാസങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ്? എന്തൊക്കെയാണ് കാരണങ്ങൾ? ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലോ. പരിക്രമണം, അച്ചുതണ്ടിന്റെ ചെരിവ്, സൂര്യന്റെ അയനം. Then what do you mean by parallelism of earth axis? എന്താണ് അച്ചുതണ്ടിന്റെ സമാന്തരത? സൂര്യന്റെ അയനം എന്നാലത്? സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മായനാന്ത ദിനം, ശൈത്യായനാന്ത ദിനം, സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ. ഈ ആശയങ്ങളൊക്കെ എല്ലാവരും കൃത്യമായും പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ വിവിധ ഋതുക്കൾ, ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത ഋതുക്കളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. We already explained about the different season actually that experienced in the northern hemisphere and also southern hemisphere. അതിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ് വസന്തകാലവും ഹേമന്തകാലവും. You know about the autumn season and the spring season and its characteristics or features. വസന്തകാലത്തിൻ്റെയും ഹേമന്തകാലത്തിൻ്റെയും സവിശേഷതകൾ. നെക്സ്റ്റ് നമ്മൾ വിശദീകരിച്ചത് about ടൈം കാൽക്കുലേഷൻ. You know about time calculation. സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രാദേശിക സമയം? ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും? സമയമേഖലകൾ എന്താണ് ഗ്രീനിച്ച് സമയം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം അല്ലേ? 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോങ്റ്റ്യൂഡ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. And the time difference between Indian Standard Time and Greenwich Mean Time is 5.5 hours. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീൻസ് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. ഗ്രീൻസ് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കിയത് ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം വിശദീകരിച്ചു. നെക്സ്റ്റ് ഒരു ആശയം മനസ്സിലാക്കി വെക്കൂടെ, സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക സമയം? അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആശയമാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ നമ്മൾ അതിന് മാനക രേഖാംശം പറയും. മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം. ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെന്റ് അറ്റ് ഈച്ച് ലോങ്റ്റ്യൂഡ്സ്. അതായത് എല്ലാ ലോങ്റ്റ്യൂഡ്സിലും എല്ലാ രേഖാംശത്തിലും പ്രാദേശിക സമയം തുല്യമായിരിക്കില്ല, ഒരേപോലെ ആയിരിക്കില്ല. ഇഫ് യു സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ദ ലോക്കൽ ടൈം അറ്റ് ഡിഫറെന്റ് പ്ലേസസ് based on the longitudes there, it would create a lot of confusion. നിങ്ങൾ ഓരോ സ്ഥലത്തെയും ലോങ്റ്റ്യൂഡിനെ വെച്ചിട്ട്, രേഖാംശത്തെ വെച്ച് അവിടുത്തെ പ്രാദേശിക സമയം കണക്കാക്കിയാൽ അത് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിന് മുഴുവൻ ബാധകമാക്കുന്ന സമയമായി കണക്കാക്കും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എന്താ ചെയ്യുന്നത്? ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിന്റെ മുഴുവൻ ബാധകമാകുന്ന സമയമായി കണക്കാക്കും. അപ്പൊ ഇന്ത്യ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്രയാ? 68 ഡിഗ്രി 7, 97 ഡിഗ്രി 25 ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. എന്ന് പറഞ്ഞാൽ 68-നും 97-നും ഇടയ്ക്കാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇന്ത്യയിൽ കൂടി 30ഓളം രേഖാംശീയ രേഖകൾ കടന്നു പോകുന്നുണ്ട്.
ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ ഈ രേഖാംശത്തിന് മുകളിൽ കൂടി ആര് കടന്നു പോകും? സൂര്യൻ കടന്നു പോകും. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ട് ഈ രേഖാംശത്തിന് മുകളിൽ കൂടി സൂര്യൻ കടന്നു പോകും. അപ്പൊ ഓരോ രേഖാംശത്തിന് മുകളിൽ സൂര്യൻ വരുമ്പോൾ അവിടെ സമയം എത്രയായിരിക്കും? 12 മണിയായിരിക്കും, നൂണായിരിക്കും. അപ്പൊ അതാ പറഞ്ഞത്, ഇന്ത്യയിൽ കൂടി ഏകദേശം 30ഓളം രേഖാംശ രേഖകൾ കടന്നു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഓരോ രേഖാംശത്തിന് മുകളിലും സൂര്യൻ വരുമ്പോൾ അവിടെയൊക്കെ 12 മണിയായി കണക്കാക്കിയാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിലാണ് 82 ഡിഗ്രി വരുന്നത്. നടുക്കൂടിയാണ്. അത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടിയാണ് 82 ഡിഗ്രി. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടിയാണ് 82 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഈ രേഖാംശത്തിന് മുകളിൽ സൂര്യൻ വരും. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് 12 മണി. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും സമയത്തായിരിക്കും ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. ധാരണ എന്താണ്? ഇനി എന്താണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ആശയമാണ്, എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ? എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് ചോദിച്ചാൽ, each country in the world considers the longitude that passes through almost its middle as standard meridian. Each country in the world considers the longitude that passes almost through its middle as standard meridian. എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തെയാണ് എന്തായി പരിഗണിക്കുന്നത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശമായി പരിഗണിക്കുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയനിലുള്ള മാനക രേഖാംശത്തിലുള്ള പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക സമയം. മനസ്സിലാക്കി വെക്കുക, സ്റ്റാൻഡേർഡ് മെറിഡിയനിലുള്ള അല്ലെങ്കിൽ മാനക രേഖാംശത്തിലുള്ള പ്രാദേശിക സമയമാണ്, ലോക്കൽ ടൈമാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക സമയം. മനസ്സിലാക്കി വെക്കുക, എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ, എന്താണ് സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ മാനക സമയം. അവിടെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന മാനക രേഖാംശം ഏത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏത്? 82 ഡിഗ്രി കിഴക്ക് രേഖാംശം, ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. അടുത്തായിട്ട് ശ്രദ്ധിച്ചോ, സമയം എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്? ഇവിടെ നോക്കുക, അതായത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാം, സമയം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ? ചോദ്യം ഇതാണ്, വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon at Greenwich? അതായത് ഗ്രീനിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? നോക്കുന്നത് 0 ഡിഗ്രി, 0 ഡിഗ്രി രേഖാംശ രേഖയാണത് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് 82.5 ഡിഗ്രി കിഴക്കാണ് ഇത് രാജ്യം സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യ. ഇത് ഗ്രീനിച്ച്, ഇത് ഇന്ത്യ. ഇന്ത്യയും ഗ്രീനിച്ചും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം എത്രയാണ്? 82.5 ഡിഗ്രി. The longitudinal difference between India and Greenwich that is equal to 82.5 degree. ഇന്ത്യയും ഗ്രീനിച്ചും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 82 ഡിഗ്രിയാണ്. Then 1 degree time difference is equal to 1 degree time difference എത്രയാണ്? 1 degree time difference എത്രയാണ്? 4 മിനിറ്റ് ആണ്. 1 degree time difference എത്രയാണ്? 4 മിനിറ്റ് ആണ്. So 15 degree time difference എത്രയാണ്? 60 minutes. 60 minutes. 60 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 hour. 60 minutes means 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്, 1 hour ആണ്. അതുകൊണ്ട് 82 ഡിഗ്രി സമയ വ്യത്യാസം, 82 ഡിഗ്രി സമയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 82 into 4. 82 into 4. 82 into 4 എത്രയാണ്? 5.
82 is equal to 330 മിനിറ്റ്. 82 എത്രയാ വരിക? 330 മിനിറ്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 320 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 330 by 60 എത്ര കിട്ടും നമുക്ക്? സമം എത്രയാ വരിക? സമം 5.5. 5.5 എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂർ. ഇവിടെ ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം, രേഖാംശ വ്യത്യാസം നമുക്ക് കിട്ടി. ആദ്യം നമുക്കറിയാം എത്രയാ? 82. 1 ഡിഗ്രി സമയ വ്യത്യാസം 4 മിനിറ്റ്. 15 ഡിഗ്രി സമയ വ്യത്യാസം 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. അതുകൊണ്ട് 82.5 ഡിഗ്രി സമയ വ്യത്യാസം സമം 82 into 4 സമം 330 മിനിറ്റ്. 330 മിനിറ്റിനെ നമ്മൾ എന്താക്കുന്നു? മണിക്കൂറാക്കുന്നു. 330 by 60 സമം 5.5 മണിക്കൂർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ. 5.5 മണിക്കൂറാണ് ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം. 5.5 മണിക്കൂർ. ഇവിടെ ഗ്രീനിച്ചിനേക്കാൾ 82 ഡിഗ്രി കിഴക്കാണല്ലോ ഇന്ത്യ. ഗ്രീനിച്ചിനേക്കാൾ 82 ഡിഗ്രി കിഴക്കാണല്ലോ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവും അനുഭവപ്പെടും. എന്തുകൊണ്ടാണത്? കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവും അനുഭവപ്പെടാൻ കാരണം എന്താണ്? കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടായതിനാലാണ്. ആക്ച്വലി വി എക്സ്പീരിയൻസ് ടൈം ഇൻക്രീസ് towards the east and decrease towards the west. That is because of, the rotation of earth is from west to east. അതായത് ഭൂമിയുടെ റൊട്ടേഷൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവും അനുഭവപ്പെടുന്നത്. ഭൂമിയിൽ എല്ലായ്പ്പോഴും ആദ്യം സൂര്യപ്രകാശത്ത് എവിടെയായിരിക്കും? കിഴക്ക് ഭാഗത്തായിരിക്കും. പിന്നീടാണ് പടിഞ്ഞാറോട്ട്. ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം എത്തുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും അവസാനം സൂര്യപ്രകാശം എത്തുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് അവസാനത്ത്. ഇവിടെ ഇന്ത്യയേക്കാൾ ഗ്രീനിച്ചിനേക്കാൾ 82 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഗ്രീനിച്ച് സമയത്തേക്കാൾ കൂടുതലായിരിക്കും എവിടുത്തെ സമയം? ഇന്ത്യയിലെ സമയം. എത്ര കൂടുതലായിരിക്കും? 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഇവിടെ ചോദ്യം, ഗ്രീനിച്ച് സമയം എത്രയാ? ഉച്ചയ്ക്ക് 12 മണി. 12 മണി പ്ലസ് 5.5 മണിക്കൂർ. 12 മണിയോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക് എവിടുത്തെ സമയം കിട്ടും? ഇന്ത്യയിലെ സമയം കിട്ടും. 12 മണിയോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ എത്ര കിട്ടും? 1, 2, 3, 4, 5, 5.5. അതായത് ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? വൈകുന്നേരം 5.5 മണിയായിരിക്കും. ഇതാണ് ഇന്ത്യയിലെ സമയം. ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നെയുള്ള വേറൊരു ടൈം കാൽക്കുലേഷനിലേക്ക് പോകാം. വാട്ട് വിൽ ബി ദ ടൈം? ശ്രദ്ധിച്ചാൽ അടുത്ത ഒരു ടൈം കാൽക്കുലേഷൻ നോക്കൂ. സമയം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ? When it is 11 PM on Monday in India. അതായത് ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? അതായത് ഇന്ത്യയിൽ നിന്ന് 135 ഡിഗ്രി കിഴക്കാണ് ജപ്പാൻ.
ജപ്പാന്റെ രേഖാംശീയ സ്ഥാനം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ജപ്പാൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ജപ്പാന്റെ ലോങ്റ്റ്യൂഡ് എത്രയാണ്? 135 ഡിഗ്രി ഈസ്റ്റ് ആണ് ജപ്പാന്റെ ലോങ്റ്റ്യൂഡ്. The longitude of Japan, that is 135 degree east. Longitude of India is 82.5 degree. ഇന്ത്യയുടെ ലോങ്റ്റ്യൂഡ് എത്രയാണ്? 82.5 ഡിഗ്രി. എന്തായിരുന്നു ചോദ്യം? അതായത് ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ജപ്പാൻ നോക്ക് നിങ്ങൾ, ലോങ്റ്റ്യൂഡ് എത്രയാണ്? 135 ഡിഗ്രിയാണ്. ഇവിടെ മനസ്സിലാക്കൂ, 1 ഡിഗ്രി ടൈം ഡിഫറൻസ് എത്രയാണ്? 4 minutes. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. 1 ഡിഗ്രി ടൈം ഡിഫറൻസ് 4 minutes. 15 ഡിഗ്രി ടൈം ഡിഫറൻസ് 1 hour. So ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ജപ്പാൻ ലോങ്റ്റ്യൂഡ് എത്രയാണ്? 135 ഡിഗ്രി ആണ്. ഇന്ത്യ ലോങ്റ്റ്യൂഡ് 82.5 degree. Next point, the longitudinal difference between Japan and India. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ലോങ്റ്റ്യൂഡിനൽ രേഖാംശീയ വ്യത്യാസം എത്രയാണ്? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എത്രയാണ്? How we can find out? എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? 135 minus 82.5 degree. 135 minus 82.5 degree. 135 ഡിഗ്രിയിൽ നിന്ന് 82.5 ഡിഗ്രി കുറയ്ക്കുക. എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 52.5 ഡിഗ്രി. 52 ഡിഗ്രി. 135 ഡിഗ്രി മൈനസ് 82 ഡിഗ്രി സമം 52.5 ഡിഗ്രി. 1 ഡിഗ്രി ടൈം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി സമയ വ്യത്യാസം 4 മിനിറ്റ്. 15 ഡിഗ്രി സമയ വ്യത്യാസം 1 മണിക്കൂർ. 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. സോ 52.5 ഡിഗ്രി സമയ വ്യത്യാസം. അതുകൊണ്ട് 52.5 ഡിഗ്രി സമയ വ്യത്യാസം. 52.5 ഡിഗ്രി ടൈം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 52.5 into 4. 52.5 into 4. 52.5 into 4 എത്രയാണ്? നോക്ക് നിങ്ങൾ, എത്ര കിട്ടും? സമം 210. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും അല്ലേ? 52.5 into 4, 50 into 4 സമം 200. 2 into 4 8. 1/2 into 4 210. ക്ലിയർ ആണല്ലോ? 210 മിനിറ്റ്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഇത് ഇന്ത്യ എത്ര? 82. ഇത് ജപ്പാൻ എത്രയാണ്? 135. ഇന്ത്യയാണ്, ഇത് ഇന്ത്യ, ഇത് ജപ്പാൻ 135 ഡിഗ്രി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സമയ വ്യത്യാസം നമുക്ക് കിട്ടി. എത്രയാണ്? 210 മിനിറ്റ്. അതിനെ മണിക്കൂറാക്കിയാൽ എത്ര കിട്ടും? 210 ഡിവൈഡഡ് ബൈ 60. 210 ഹരിക്കണം 60 സമം 3.5 മണിക്കൂർ. എത്ര കിട്ടും? 3.5 മണിക്കൂർ. 210 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്?
3.5 മണിക്കൂറാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സമയ വ്യത്യാസം 3.5 മണിക്കൂറാണ്. ഇനി ഇന്ത്യയെക്കാൾ കിഴക്കാണ് ജപ്പാൻ. അപ്പൊ ഇന്ത്യൻ സമയത്തേക്കാൾ കൂടുതലായിരിക്കുമല്ലോ ജപ്പാനിലെ സമയം, സംശയമൊന്നുമില്ലല്ലോ. എത്ര കൂടുതലായിരിക്കും? 3.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഇന്ത്യൻ സമയത്തേക്കാൾ 3.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഇന്ത്യയിൽ സമയം എത്രയായിരുന്നു? തിങ്കളാഴ്ച രാത്രി 11 മണി. ഇന്ത്യയിൽ സമയം തിങ്കളാഴ്ച രാത്രി 11 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 11 മണിയോട് 3.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക് എവിടുത്തെ സമയം കിട്ടും? ജപ്പാനിലെ സമയം കിട്ടും. 11 മണിയോട് 3.5 മണിക്കൂർ കൂട്ടി നോക്ക്. 12, 1, 2 അരമണിക്കൂർ, 2.5 മണി. 2.5 മണി. എപ്പോ 2.5 മണി? ഏത് ദിവസം? ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. അതായത് ജപ്പാന്റെ സമയം എത്രയായിരിക്കും? ചൊവ്വാഴ്ച 2.5 മണിയായിരിക്കും. ഈ 2 ടൈം കാൽക്കുലേഷനിലാണ് ടെക്സ്റ്റ് വരുന്നത്. അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെയ്യാം. ഞാൻ കണക്കുകൾ ആവർത്തിക്കാം. ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു: ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? അത് സിമ്പിളാണ്. കാരണം ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. 5.5 മണിക്കൂറാണ്. 5.5 മണിക്കൂർ അങ്ങനെ കിട്ടുന്നത് 1 ഡിഗ്രി ടൈം ഡിഫറൻസ് 4 മിനിറ്റാണ്. ഇന്ത്യയുടെ രേഖാംശം 82 ഡിഗ്രിയാണ്. 82 4 കൊണ്ട് കുടിച്ചാൽ 330 കിട്ടും. 330 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂറാണ്. സിമ്പിളാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, അതായത് ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ എവിടുത്തെ സമയം? 135 ഡിഗ്രി കിഴക്കുള്ള ജപ്പാന്റെ സമയം എത്രയായിരിക്കും? അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും ആശയങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്. പരീക്ഷയ്ക്ക് വരുന്ന സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഒരാവർത്തി. ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സോടുകൂടി ഈ പാഠം കഴിയുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ സംശയങ്ങൾ അറിയിക്കാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സംശയ നിവാരണം ലഭിക്കുന്നതായിരിക്കും.